എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ അടുത്ത് വടക്കേക്കാട് റൂട്ടിൽ തൊഴിയൂർ എന്ന സ്ഥലത്താണ് ഈ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അബ്ദുൽ റഷീദ് ക വൈശ്യം വീട്ടിൽ ആളാണ് ഇതിൻ്റെ ഡിസൈനർ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പോണ്ട് ഉണ്ട്, അതിൽ നിറച്ച് മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൽ സബ്മേഴ്സിബിൾ മോട്ടർ വെച്ചിട്ട് ഈ കാണുന്ന വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, വെള്ളം എപ്പോഴും ഇളകി മീനുകൾക്ക് നല്ല ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ കിളികൾക്ക് ആ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് കുളിക്കാം, വെള്ളം കുടിക്കാം. ഈ കുളത്തിൽ ജൈന്റ് ഗോരാമി, അതുപോലെ തന്നെ ആൽബിനോ നെട്ടർ, അതുപോലെ തന്നെ കോഴിക്കാർപ്പ് എന്ന മത്സ്യങ്ങളൊക്കെ ഇട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സൈസായിട്ടുണ്ട് ഇപ്പം മീനുകളൊക്കെ. കിളികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി കാലത്ത്, ഞാൻ കുറച്ച് ലേറ്റായി വരുമ്പോൾ, കാലത്ത് നേരത്തെ വരികയാണെങ്കിൽ ഫുൾ ലൈവായിരിക്കും എന്ന് പറഞ്ഞത്. എല്ലാ കിളികളും നല്ല സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അത് കേൾക്കാൻ നമുക്ക് അത് ഒരു ദിവസം വരണം എന്തായാലും, ഇത് നിങ്ങൾക്ക് കേൾപ്പിക്കണം. എല്ലാം നല്ല ലൈവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ തീറ്റ വെച്ചിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കിളികളും വരും. ഇപ്പം ഞാനുള്ളത് കൊണ്ട് അവർക്ക് പേടിയുണ്ട്. എന്നാലും 2-3 കയ്യിൽ വന്നിട്ട് കഴിച്ചു. ഇതിൽ ഒരുപാട് ഡയമണ്ട് ഹൗസും പിന്നെ അതുപോലെ തന്നെ പിഞ്ചസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വന്നിട്ട് തീറ്റ എടുക്കും. അതുപോലെ തന്നെ നല്ലൊരു സീബ്ര ഡൗ ഉണ്ട് ഇതിൽ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഭംഗിയേക്കാൾ അതിനെ സൗണ്ടിനാണ് പ്രത്യേകത. അടിപൊളിയായിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഇതിലുള്ള മരങ്ങളിലും ചെടികളിലൊക്കെ തനിയെ പോയി കൂടുണ്ടാക്കി അവരെ തന്നെ അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കി കൊണ്ടുവരികയാണ്. നമ്മളായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട. ഇങ്ങനെ ആകുമ്പോൾ ഇവർക്കൊരു ഫ്രീഡം ഉണ്ട്. ഒരിക്കലും ഒരു അടച്ചിട്ട കൂട്ടിൽ വളർത്തുന്ന ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നിങ്ങനെ ലൈവായിട്ട് നിർത്തും ഇവർ. ഇപ്പോൾ നമ്മൾ തീറ്റ അവരുടെ കൂട്ടിൽ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഞ്ഞ ക്ലീനൊക്കെ, അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം നല്ല ചുവപ്പാണ്. അതുകൊണ്ടൊരു പ്രത്യേക അട്രാക്ഷൻ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി കിളികളെയും ഇതിൽ ചൂസ് ചെയ്ത് ഇടാം നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇത് എത്രയാണ് ഇതിൻ്റെ നീളം, വീതി, ഹൈറ്റ്, ഇതിന് എത്ര കോസ്റ്റ് വരും അപ്രോക്സിമേറ്റ്, അതുപോലെ തന്നെ എന്തെല്ലാം കിളികളെ നമുക്ക് ഇതിലിടാം, ഏതെല്ലാം കിളികൾ ഇടരുത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മറ്റൊരു ദിവസം ചെയ്യണം, റഷീദ് ഖാനായിട്ടൊരു ഇൻ്റർവ്യൂ പോലെ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കായാലും ഇങ്ങനത്തെ കൂടുണ്ടാക്കാൻ താല്പര്യമുണ്ട്. അതിനുള്ള സ്ഥലവും സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കും. ഇപ്പോൾ റഷീദ് ഖാൻ പറഞ്ഞത്, ഇത് കണ്ടിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ആ കിളീനെ നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. അതിൻ്റെ ആ പച്ച കളറും ആ റെഡ് കളറും കോമ്പിനേഷൻ. പക്ഷെ അത് നല്ല പേടിയുള്ള കിളിയാട്ടോ, കാരണം തീരെ അതിരിക്കുന്നില്ല. അപ്പോൾ അതാ തീറ്റ കഴിഞ്ഞ് അവരുടെ മേനിമിനിക്കൽ പരിപാടിയിലാണ് എല്ലാവരും. അതുപോലെ തന്നെ കുറേ ഡയമണ്ട് ഉണ്ടാവും മുട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഇതാകുമ്പോൾ നമുക്കും ഈ കൂട്ടിൽ ഫ്രീ ആയി നടക്കാം. അതിന് പുറത്ത്
ഒരു സൂചിക്കിളി കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നമ്മളെ റിംഗ് നെക്ക് ഡൗ നല്ല പുളിയിലാണ്. നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാൻ പറ്റാത്ത കാരണം കേട്ടാ അകത്ത് വെച്ച് കൊടുത്തുള്ളത്. ശരിക്കും പ്രാവൾക്ക് കുളിക്കാനുള്ള വെള്ളം അകത്ത് വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള റിംഗ് നെക്ഡ് ഡവ് മുട്ട ഇട്ടിട്ടുണ്ട്. ഒരു മുട്ട ഇട്ടിട്ടുള്ളൂ, ബാക്കി ഇന്ന് ഇടുമായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി.